ഹലോ ഫ്രണ്ട്സ്, SSC MTSൽ ചോദിച്ച ഫിസിക്സിലെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു. ഇൻ എ മെട്രോ സ്റ്റേഷൻ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഓൺ ആൻ ആവറേജ് 20 പീപ്പിൾ 20 ആൾക്കാരെയാണ് എന്ത് എസ്കിലേറ്ററിൽ മേലോട്ട് കൊണ്ടുപോകുന്നത്. ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 15 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ എസ്കിലേറ്റർ. അപ്പോൾ എസ്കിലേറ്ററിന്റെ പവർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് മാസ് ഓഫ് പീപ്പിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 50 kg ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 എടുക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പവറിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. എനർജി ബൈ ടൈം ആണെന്നറിയാം. ഇപ്പൊ കുറച്ച് ആൾക്കാരെ താഴ്ത്തുനിന്ന് എസ്കലേറ്റർ വഴി ഇന്നൊരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്കാണ് എത്തിക്കുന്നത്. അപ്പൊ ഒരു ഹൈറ്റിൽ പ്രോസസ് ചെയ്യണ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇപ്പോൾ ലിഫ്റ്റ് ആണെങ്കിൽ മേലെ പോയി നിൽക്കണോ, അപ്പൊ ആ ഒരു എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജി. എനർജി പൊസസ്ഡ് ബൈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ നമുക്ക് എന്താ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. mgh ആണെന്നറിയാം. മാസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 50 kg ആണ് തന്നിട്ടുണ്ട്. മാസ് 50 kg വെച്ച് എത്ര ആൾക്കാരുണ്ട്? 20 ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ മാസ് എത്രയാ? 50 × 20 ആണ് എന്ത് നമ്മുടെ മാസ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 10 എടുത്തു. ഇനി എത്ര ഹൈറ്റിലേക്കാണ് കൊണ്ടുപോകണത്? mgh എത്രയാ? 15 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം എത്രയാണ്? പെർ മിനിറ്റ് ആണ്. അപ്പോൾ ടൈം എത്രയാ? 60 ആണ് നമ്മുടെ ടൈം. നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ 50 കട്ട് ചെയ്യാം. 50 കട്ട് ചെയ്യുമ്പോൾ എന്താ? ഇവിടെ 1, ഇവിടെ എന്താ 4, നമുക്ക് 20 കട്ട് ചെയ്യാം. അപ്പൊ ഇതെന്തായി? 5 ആയി. ഇവിടെ 10 ഉണ്ട്. അപ്പൊ ഇതും കട്ടായി. 250 10 2500 വാട്ടാണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കിലോ വാട്ടാണ്. 2500 വാട്ട് എന്ന് പറഞ്ഞാൽ 2.5 കിലോ വാട്ടാണ്. നമ്മൾ വാട്ടിനെ കിലോ വാട്ടാകെ ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ആണ് നമ്മൾ ചെയ്യണത്. ക്ലിയർ ആണല്ലോ?